അല്ലേ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് കോതമംഗലം, എറണാകുളം ജില്ലയിൽ കോതമംഗലം റൂട്ടിൽ നേര്യമംഗലം പോകുന്ന റൂട്ടിൽ നമ്മുടെ ഒരു സ്ഥലം സത്രപ്പടി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ. സത്രപ്പടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൈൽസിൻ്റെ ഒരു വൈദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് കാണാം. ഇവിടെ ഇവിടെ ആള് വീട്ടിലാണ്. നമ്മൾ അവരോട് തന്നെ നമുക്ക് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാം. എന്താണെന്നുണ്ടെങ്കിലും എല്ലാം പറയും. ഓക്കെ, അപ്പോൾ എന്താ മരുന്നാണ് ഇപ്പോൾ നമ്മളെ ദിവസം ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തത്? പൈൽസ്, പിഷർ, പിസ്തുല ഇതിനൊക്കെയാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ശബ്ദത്തിൽ പറഞ്ഞു. പൈൽസ്, പിഷർ, പിസ്തുല ഇതിനൊക്കെയാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ഇതാണ് ലേഹ്യമാണ്, പച്ചമരുന്നാണ്. നമ്മൾ ലേഹ്യമാക്കിയാണ് കൊടുക്കുന്നത്. ഉള്ളി കഴിക്കാൻ ലേഹ്യമുണ്ട്. മലദ്വാരത്തിൻ്റെ കൂടെ വയ്ക്കാനുള്ള പച്ചമരുന്ന് അരച്ചതാണ്. ഒരു പൊടി തിളപ്പിച്ച് കുടിക്കാനുള്ളതുണ്ട്. ഇത് പൊടി തിളപ്പിച്ച് കുടിക്കാനുള്ളതാണ്. തിളപ്പിച്ച് കുടിക്കാനുള്ള പൊടിയാണ്. ഓയിൽ മലദ്വാരത്തിൻ്റെ കൂടെ പുരട്ടാനുള്ള ഓയിലാണ്. അപ്പൊ ഇങ്ങനത്തെ മരുന്നുകളാണ് ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ? ഇത് പൈൽസിന് മാത്രമുള്ളതാണോ അതോ? പൈൽസ്, പിഷർ, പിസ്തുല, അതായത് പൈൽസിന് മൊത്തത്തിൽ പറയും. അതായത് പിഷർ, പിസ്തുല, സാധാ പൈൽസ്, അൾസർ എത്ര ദിവസം കഴിക്കണം അങ്ങനെ എന്തെങ്കിലും? ഇത് നമുക്ക് സാധാ പൈൽസ്, അതായത് മലബന്ധമൊന്നുമില്ല, ബ്ലഡ് മാത്രമേ പോകണുള്ളൂ. മലദ്വാരത്തിൻ്റെ കൂടെ കടുപ്പമൊന്നും ഇല്ലെങ്കിൽ ഒറ്റ ബോട്ടിൽ ലേഹ്യം കഴിച്ചാൽ മതി. ബ്ലഡ് മാത്രമേ പോകുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒറ്റ ബോട്ടിൽ കഴിച്ചാൽ മതി, മാറിക്കോളും പൂർണ്ണമായിട്ട്. അത് അല്ല, മലദ്വാരത്തിൻ്റെ കൂടെ കുരുക്കൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ പഴക്കം ഉണ്ടെങ്കിൽ ഒന്നിലധികം ബോട്ടിലുകൾ കഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതുണ്ട്, ഈ ബുക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? നമുക്ക് ശനിയും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നമുക്ക് തിരക്കാണ്. ഇട ദിവസങ്ങളിൽ അത്ര വലിയ തിരക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഞായറാഴ്ചയും ശനിയാഴ്ചയും തിരക്കുള്ള ദിവസം, ചൊവ്വാഴ്ച. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പിന്നെ അവധി ദിവസങ്ങളിൽ നമുക്ക് നല്ല തിരക്കാണ്. സർക്കാർ ജോലിക്കാരൊക്കെ വരുന്നതുകൊണ്ട്, ജോലിക്ക് പോണവരൊക്കെ വരുന്നതുകൊണ്ട് അവധി ദിവസങ്ങളിൽ നമുക്ക് നല്ല തിരക്കുണ്ട്. പിന്നെ നമുക്ക് വേദനയ്ക്കൊക്കെ ഉള്ള ഓയിലുണ്ട്. ഇത് ഞരമ്പോടൽ എന്ന് പറയും. വേദനയ്ക്ക് നല്ല മരുന്നാണ്. വേദനയ്ക്കൊക്കെ നമുക്ക് നല്ല മരുന്നാണ് അത്. നടുവേദനയോ കാൽമുട്ട് വേദനയോ കൈ കടുകഴുപ്പ് ഇങ്ങനെയുള്ള വേദനയ്ക്കൊക്കെ നല്ല മരുന്നാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക മരുന്നാണ് കേട്ടോ. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഇതല്ല. അതുകൂടാതെ നമുക്ക് താരൻ മുടി കൊഴിച്ചൽ എൻ്റെ ഉണ്ട്. കേശവർദ്ധിനി എന്ന് പറയും താരൻ മുടി കൊഴിച്ചൽ. താരത്തിനും മുടി കൊഴിച്ചിലിനുള്ള മെഡിസിനാണിത്. ഓക്കെ, ഇത് നമുക്ക് ജലദോഷം, തലവേദന, ജലദോഷത്തിനൊക്കെ ഉള്ള മരുന്നാണ്. ശ്വാസം മുട്ടോ തലവേദനയും കഫക്കെട്ട്, ജലദോഷത്തിന് കഫക്കെട്ട്, ശ്വാസമുട്ടിനൊക്കെ ഉള്ള അതിനൊക്കെ ഉള്ള മരുന്നാണിത് അല്ലേ? തൈലം, തുളസി തൈലം. സോറിയാസിസ്, ഇത് സോറിയാസിസിന് നമ്മൾ വേണ്ടി തയ്യാറാക്കുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ലേഹം അല്ലേ? പൈൽസിന് ഉപയോഗിക്കുന്ന ലേഹം. ഇത് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ കൊണ്ടൊക്കെ കൊടുത്തു വിടാൻ വേണ്ടി 10 ഇംഗ്ലീഷിൽ എഴുതുന്നുള്ളൂ. അല്ല, പുറത്തേക്ക് പോകേണ്ടവർക്ക് ചിലപ്പോ ഇത് മലയാളത്തിലാവതുകൊണ്ട് കസ്റ്റംസിൽ ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അവർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപകാരം കൂടി അവർ ചെയ്യുന്നുണ്ട്. ധാരാളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും ഇംഗ്ലീഷ് പരമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിട്ട് ലേബിൾ അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കുന്നുണ്ട് എന്നർത്ഥം. മലയാളത്തിലും പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മുൻകൂട്ടി പറയണം, എന്നാലേ അവർക്ക് ലേബിൾ ക്ലിയറാക്കാൻ കഴിയും. ഓക്കെ, നമ്മളിപ്പോ ഈ പൈൽസിന്റെ തുടക്കമായിട്ട് എന്താണ് കാണിക്കുന്നത്? ഇതിൽ പൈൽസ് വരുന്നതിന്റെ തുടക്കമായിട്ട്
കാണിക്കുന്നത്. ലക്ഷണം വായിൽ തൊലി പോവുക, വായിൽ കുരുക്കളുണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ ആരംഭം. വയറ്റിൽ എരിച്ചിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ തുടക്കമാണ് കേട്ടോ. വായിൽ കുരുക്കളുണ്ടാകുന്നു, വായിൽ തൊലി പോകുന്നതൊക്കെ കുട്ടികൾക്കാണേലും ഇതിൻ്റെ ആരംഭം തന്നെയാണത്. അതിലേക്ക് വന്നിട്ടാണ് ഇത് വായിൽ തുടങ്ങി അത് വന്ന് കുടലേ തുടങ്ങി മലദ്വാരത്തിൻ്റെ അങ്ങോട്ട് എത്തുന്നു. അത്രയേ ഉള്ളൂ. അത് പിസ്തുലയായും ഫിഷറായും മൂലക്കുരുവായും പുറത്ത് വരുന്നു. അതാണ് ഇതിൻ്റെ ആരംഭം. ഇതിന്റെ ബുദ്ധിമുട്ടായിട്ട് കൂടുതൽ അവർക്ക് തന്നെ പറയുന്നത് നമ്മുടെ 4ാം ഘട്ട സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഫിഷറാണ് 4ാം ഘട്ട സ്റ്റേജ്, പിസ്തുല 3ാം ഘട്ട സ്റ്റേജ്. ഇനി മുന്നും മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയ ചെറിയ കുരുക്കൾ 2ാം ഘട്ടം, അൾസർ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആരംഭം കേട്ടോ. ഇതിന് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം അങ്ങനെ കോഴിയിറച്ചിയും കോഴിമുട്ട, അയല, ചെമ്മീനൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. കോഴിമുട്ട, കോഴിയിറച്ചി, അയല, ചെമ്മീൻ ഇതൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ അസുഖങ്ങൾ കുറച്ചൊക്കെ മാറിക്കിട്ടും. പിന്നെ പാരമ്പര്യമായിട്ടും വരും. പാരമ്പര്യമായിട്ട് കാരണന്മാർക്കോ അമ്മാവന്മാർക്കോ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ അമ്മാവന്മാർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും പാരമ്പര്യമായിട്ട് വരും. ഈ ചെടിയുടെ ഇതിന് മൂലക്കുരു ഇതുണ്ടോ, കുരു ആയിട്ടിരിക്കുന്നുണ്ടോ? ഇതാണ് മൂലക്കുരു. ഇതിൻ്റെ ഇനി കുരുക്കളൊക്കെ ഈ ഇലയിൽ കൂടെയൊക്കെ വരും. ഇതിവിടെ നിന്ന് ഇപ്പം നടുഭാഗത്തായി, ഇനി ഈ ഇലയിൽ കൂടെയൊക്കെ കുരുക്കൾ വരും. ആ ഒരു അവസ്ഥയിലേക്ക് വരാം. അതാണ് മൂലക്കുരു. മൂലക്കുരുവിന് ഇതായിട്ട് കാണിക്കുന്നൊരു ചെടിയാണ്. ഇതുപോലെ തന്നെ മൂലക്കുരു പോലെ തന്നെയാവും. ഈ ഇലയിൽ കൂടെയൊക്കെ വരും കുരുക്കള്. അതുപോലെ തന്നെ നമ്മുടെ മൂലത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുരുക്കളായിട്ട് കാണിക്കും. അത് തന്നെയാണ് ഇത്. മാഡം ഇത് എന്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്? ഇത് നമ്മളെ മൂലക്കുരു പുറത്തോട്ട് തള്ളിയവർക്കും ചൊറിച്ചിലുള്ളവർക്കും ഫിഷർ അങ്ങനെ പിസ്തുല അങ്ങനെയുള്ളവർക്ക് നമ്മളിവിടെ ഒരു പുക അടിപ്പിക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഇരുന്നാൽ മാത്രം മതി. ഈ പുക നമ്മുടെ മലദ്വാരത്തിലേക്ക് അടിച്ചാൽ മതി. മലദ്വാരത്തിന്റെ അങ്ങോട്ട് ഈ പുക അടിച്ചാൽ മതി. ഇതൊരു അണുനാശിനി പുകയാണ്. വേദനയ്ക്കും ഒക്കെ ഈ പുക, അതായത് പൈൽസിന്റെ ഭാഗം ഒന്ന് തട്ടിക്കൂലേ നന്നായിട്ട്? അതെ അതെ, നന്നായിട്ടൊന്ന് പുക അടിച്ചാൽ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ പുക അടിപ്പിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. വേദനയ്ക്കാണേലും എല്ലാം കൊണ്ടും. പിന്നെ വേറെ എന്തിനുള്ള ചൊറി മലദ്വാരത്തിന്റെ ഉള്ളിൽ നിന്ന് ബോൾ പോലെ പുറത്തോട്ട് നിൽക്കുന്നവര്, പിസ്തുല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പുകയൊന്ന് അടുപ്പിക്കുന്നത് നല്ലതാണ്. പൈൽസിന്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് തട്ടിക്കണത്. അത് പൈൽസിന് ഉപയോഗിക്കുന്നുണ്ട് ഇത്രേ. അതുപോലെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനും ഈ മെഡിസിൻ ഇട്ടുകാണ്ട് അവര് ഈ പുക തട്ടിക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അല്ലേ, അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു മരുന്ന് ഇവർ പാക്ക് ചെയ്യണതാട്ടോ. ഓക്കെ, ഇതാണ് മരുന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് വേറെ മരുന്നുകളുണ്ട്. അതിക്കുള്ള ഒരു മരുന്നാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലം എന്ന സ്ഥലത്ത്, പെരുമ്പാവൂർ വന്ന് കോതമംഗലം വരിക. കോതമംഗലത്ത് നിന്ന് നേരെ തട്ടേക്കാട് പറഞ്ഞ സ്ഥലം. തട്ടേക്കാട്ടിൽ നിന്ന് ഉണ്ടോ, തട്ടേക്കാട് പോണ വഴിയാണ്. അവിടെ